പാലിനെ പറയുന്നത് കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ഡ്രിങ്ക് എന്നാണ്. പാലും പാലുൽപ്പന്നങ്ങളും അങ്ങനെ തന്നെ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജവും വിറ്റാമിനുകളും ഒക്കെ പാലിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പാലിൽ നിന്ന് പാട മാറ്റി പാലിൻ്റെ പാടയിൽ നിന്നും ഉണ്ടാക്കുന്ന വെണ്ണ, നെയ്യ് എല്ലാം എന്നും നാവിൽ കൊതിയൂറുന്ന സംഗതികളാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിൽ വീട്ടിൽ നെയ്യ്, വെണ്ണ എന്നിവയൊന്നും കടയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ചതായി ഓർമ്മയേയില്ല. ഇന്ന് വരെ ഞാനും അതുതന്നെയാണ് ചെയ്തു പോരുന്നതും. ഇവിടെ ഞാനുണ്ടാക്കുന്ന വെണ്ണ, നെയ്യ് ഒക്കെ വീട്ടിലുള്ള പശുക്കളുടെ പാലിൽ നിന്നുമാണ്. വീട്ടിൽ ഉണ്ടാക്കുന്നതാവുമ്പോൾ അത് 101% നല്ലതാണ്. പാൽ ഉറയൊഴിച്ച് അത് കലക്കി വെണ്ണയെടുത്ത് വെണ്ണയെ ഉരുക്കിയാണ് നെയ്യാക്കി മാറ്റുന്നത്. നെയ്യ് അതിൻ്റെ കറക്റ്റ് പരുവത്തിൽ എടുക്കുകയാണെങ്കിൽ അധികം നാൾ കേടുകൂടാതെ ഇരുന്നുകൊള്ളും. നെയ്യ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം മഴക്കാലം. നെയ്യ് പല വിധത്തിലും പല രൂപത്തിലും നമുക്ക് ഭക്ഷണയോഗ്യമാക്കാൻ സാധിക്കും. പശുവിൻ്റെ നെയ്യുടെ നിറം ഇതുപോലെ ഒരു ചെറിയ മഞ്ഞ നിറത്തിലും എരുമ നെയ്യ് വെളുത്ത ഒരു ഓഫ് വൈറ്റ് നിറത്തോടു കൂടിയുമാണ് ഉണ്ടാവുക. നെയ്യ് ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കും. നിരന്തരമായ നെയ്യുടെ ചെറിയ അളവിലുള്ള ഉപയോഗം നമ്മുടെ വൈറ്റമിൻ എ, ബി, ഇ, കെ എന്നിവയെ കൂട്ടാൻ വളരെ നല്ലതാണ്. കരളിൻ്റെ ആരോഗ്യത്തിനെയും രോഗപ്രതിരോധ ശേഷിയെയും എല്ലുകളും സ്ട്രോങ് ആക്കുന്നതിന് നെയ്യ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ള നെയ്യിൽ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഊർജം വർദ്ധിക്കുന്നതിനും ക്ഷീണം അകറ്റുന്നതിനും നെയ്യ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ധാരാളം നെയ്യൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എന്നും മമ്മി ചൂട് ചോറിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്കവാറും തന്നെ ഞങ്ങൾക്ക് അങ്ങനെ തരുമായിരുന്നു. അങ്ങനെ തന്നതുകൊണ്ട് തീർച്ചയായും അത് നമുക്ക് പെട്ടെന്നുള്ള ക്ഷീണം മാറ്റുന്നതിന്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ഷീണം മാറ്റുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഊർജം ലഭിക്കും. പിന്നെ നമ്മുടെ എല്ലുകളെയൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കും. അതൊക്കെ ഒത്തിരി നല്ലതായിരുന്നു എന്ന് പിന്നീടാണ് നമുക്കുടെ ജീവിതാനുഭവത്തിൽ നിന്നൊക്കെ അതൊക്കെ മനസ്സിലാവാനായിട്ട് സാധിച്ചത്.